ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവമെന്ന് ഇരിക്കട്ടെ. ഏലിയാ പ്രവാചകൻ ഇസ്രായേൽ ജനതയോട് ചോദിക്കണം, ആരാണ് നിങ്ങളുടെ ദൈവം? അവരിന്ന് സത്യദൈവത്തെ ആരാധിക്കുന്നത് വിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അവരോട് പറയുകയാണ്, ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ദൈവം? അപ്പം ഈ ഇസ്രായേൽ ജനത്തെ മൊത്തം ഈ ഒരു പാപാന്ധകാരത്തിലേക്ക്, ഒരു ആത്മീയമായൊരു അരാജകത്തിലേക്ക്, ഒരു അധപ്പതനത്തിലേക്ക് വിട്ടത് ഈ ആഹാബ് രാജാവാണ്. ആഹാബ് രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊണ്ടാണ്. ഈ ആഹാബ് ഇസ്രായേൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏലിയാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ ആഹാബ് വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സീദോന്യ രാജാവായ ഏത്ബാലിൻ്റെ പുത്രിയാണ്. വിജാതീയ പുത്രിയാണ് ഈ ആഹാബ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഏത്ബാൽ, സീദോൻ രാജാവാണ് ഏത്ബാൽ. അപ്പോൾ ഈ ഇസബെല്ല എന്ന് പറയുന്നത് ഒരു കുടിലതന്ത്രയാണ്, പ്രതികാരദാഹിയാണ്, അതുപോലെ മഹാകൗശലക്കാരിയാണ്. അപ്പം ഇവള് ആദ്യം വരുമ്പോൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നത് സീദോൻ്റെ ദേവന്മാരെ ആരാധിക്കണം ഈ ഇസ്രായേൽ ജനം മൊത്തം. അതിനു വേണ്ടിയിട്ട് ഈ ആഹാബ് എന്ന് പറയുന്നത് ഈ ഇസബെല്ല പറയുന്നതിനപ്പുറമില്ല. അവളുടെ ചൊൽപ്പടിയിലാണ്, അവളുടെ സ്വാധീനത്തിലാണ്. അവൾ പറയുന്ന എന്തും അതുപോലെ അനുസരിച്ച് കൊടുക്കും. സത്യത്തിൽ ഈ ഒരു വിജാതീയ പുത്രിയെ വിവാഹം കഴിക്കുന്നത് തന്നെ ദൈവഹിതത്തിനെതിരാണ്. അതായത് ഇസ്രായേൽ പാരമ്പര്യത്തിനെതിരാണ്. രാജാവ് ഒരു വിജാതീയ പുത്രിയെ വിവാഹം കഴിക്കുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ്. എന്നിട്ടും അവിടെ ഈ ആഹാബ് അവളെയാണ് അന്ധമായി വിശ്വസിക്കുന്നത്. അപ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് അവളുടെ രാജ്യം സേവിക്കുന്ന ദേവന്മാരെയൊക്കെ ഇവിടെ ജനങ്ങളെ കൊണ്ട് സേവിപ്പിക്കാനാണ്. കാരണം ഏത്തുബാൽ എന്ന് പറയുന്നത് തന്നെ സീദോൻ രാജാവാണെങ്കിലും ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയോടെയാണ്. അതായത് ഈ ബാലിൻ്റെ വിഗ്രഹങ്ങളും അശേര പ്രതിഷ്ഠകളും ഒക്കെ വാർത്തുണ്ടാക്കി ലോകം മൊത്തം സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയോടെയാണ് ഏത്ബാൽ, ഈ സീദോൻ രാജാവ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഈ ആഹാബ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആ അപ്പൻ്റെ ഇതുപോലെ തന്നെ അവളുടെ രാജ്യത്തെ, അവൾ സേവിക്കുന്ന ദൈവത്തെ ഇവിടെ അടിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവിടെ അവളിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ, ഇസബെല്ല് രാജ്ഞിയായിട്ട് വരുമ്പോൾ മൊത്തം യാഗപീഠങ്ങളെ, സത്യദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നിർത്തലാക്കിക്കൊണ്ട് അവളുടെ ഈ ബാൽദേവന്മാരെയും അശേരാദേവന്മാരെയും ഒക്കെ ഈ ആരാധിക്കുവാനായിട്ട് ജനങ്ങളെ നിർബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ക്രമേണ ജനങ്ങളും അതിലേക്ക് പോയി സേവിക്കാൻ തുടങ്ങി. അപ്പോൾ ദേശം മൊത്തം ഈ ബാൽ ദേവന്മാരുടെയും ഈ അശേര പ്രതിഷ്ഠകളുമായി അവരൊക്കെ ദുർവൃത്തിയിലേക്ക് പോയി. ജനങ്ങളൊക്കെ തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി, സത്യദൈവത്തെ ആരാധിക്കുന്നത് വിട്ടു. അപ്പം അങ്ങനെ ദേശം മൊത്തം പാപമംഗലമായപ്പോൾ, ആത്മീയമായ ഒരു അരാജകത്വത്തിലേക്ക് ഈ രാജ്യം നീങ്ങിയപ്പോൾ അവിടെ ദൈവകോപം ഉണ്ടാകുകയാണ്. അപ്പോൾ ദൈവകോപം ഉണ്ടാകുമ്പോൾ അവിടെ ഈ ഏലിയാവ് പ്രത്യക്ഷപ്പെടുകയും ഏലിയാവിലൂടെ ദൈവം പറയുകയാണ്, വലിയൊരു വരൾച്ച, ഒരു ഉണക്ക് അവിടെ ഉണ്ടാകും, ക്ഷാമം ഉണ്ടാകുമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ക്ഷാമം അവിടെ ഉണ്ടാകുകയാണ്. അപ്പോൾ ഇങ്ങനെ ജനങ്ങൾ മൊത്തം വരൾച്ച കൊണ്ട്, ക്ഷാമം കൊണ്ട്, വെള്ളമില്ലാതെയൊക്കെ വലയുമ്പോൾ ഈ ഒരു ദിവസം ദൈവം പറയുകയാണ്, ഏലിയാവിനോട് പറയുകയാണ്, നീ ആഹാബിൻ്റെ രാജകൊട്ടാരത്തിൽ പോകണം. അങ്ങനെ ആഹാബിൻ്റെ രാജകൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടെ ഈ ആഹാബ് ഏലിയാവിനെ കണ്ട ഉടനെ പറയുകയാണ്, അപ്പം നീയാണ് ഇസ്രായേൽ ജനതയെ മൊത്തം കഷ്ടപ്പെടുത്തുന്നത് എന്ന് പറയും. ഏലിയാവ് പറയുന്നൊരു വാക്കുണ്ട്, ഞാനല്ല, നീ നിൻ്റെ പ്രതിഫലമാണ്, നിൻ്റെ ഭാര്യയാണ്, നീയാണ് ഈ ജനങ്ങളെ മൊത്തം. കാരണം സത്യദൈവത്തെ ആരാധിക്കുന്ന വിട്ടിട്ട് അവർ ബാൽദേവനെയും അശേരാ പ്രതിഷ്ഠകളെയും ഒക്കെ സേവിക്കുവാൻ പോയപ്പോൾ ഉണ്ടായ ദൈവകോപമാണെന്ന് പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ 2 വള്ളത്തിലാണ് കാലിയാവുന്നത്. അതായത് ബാൽ വിഗ്രഹങ്ങളെയും ദൈവത്തെ ഒന്നിൽ നിലനിൽക്കണം. നിങ്ങൾ ഏതാണ് നിങ്ങളുടെ ദൈവം? ആരാണ് നിങ്ങളുടെ ദൈവം? അവരോട് ചോദിക്കണം, ആരാണ് ദൈവം? എന്നിട്ട് ഈ ഇസബെല്ല 480
ബാൽ പ്രവാചകന്മാരെയും 400 അശേര പ്രവാചകന്മാരെയും സീദോൻ രാജ്യത്ത് നിന്നുണ്ടെന്ന് ഈ രാജകൊട്ടാരത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. കാരണം അവരെ തീറ്റിപ്പോറ്റുവാണ്. ഈ ഇസ്രായേലിൻ്റെ ചെലവിൽ, ആഹാബ് രാജകൊട്ടാരത്തിൻ്റെ ചെലവിൽ അവരെ തീറ്റിപ്പോറ്റിപ്പിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനതയുടെ മൊത്തം ടാക്സ് ഉപയോഗിച്ചാണ് അവരെ തീറ്റിപ്പോറ്റുന്നത്. അപ്പോൾ അവരുമുണ്ട്, എല്ലാവരോടുമുണ്ട്. ഇസ്രായേൽ ജനത എല്ലാവരെയും വിളിപ്പിക്കുവാണ് ഏലിയാവ്. എന്നിട്ടൊരു നിർദ്ദേശം വെക്കുകയാണ്. കർമ്മേൽ പർവ്വതത്തിലേക്ക് എല്ലാവരെയും കൂട്ടി വരുത്തിയിട്ട് ഒരു നിർദ്ദേശം വരികയാണ്. ആരാണ് ഇടയമെന്ന് ഇന്ന് തിരഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഏലിയാവ് ചെയ്യുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് 2 കാളകളെ കൊണ്ടുവരാനാണ് പറയുന്നത്. അതിൽ ഒരു കാളയെ ഈ ബാലിൻ്റെ ദേവന്മാരും അശേര പ്രവാചകന്മാരും തിരഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു വശത്ത് നിന്നുകൊണ്ട് അവർ ബലി കഴിക്കണം. ഞാനും അപ്പം ഈ പ്രവാചകന്മാരെ മൊത്തം ഈ ഇസബെല്ല കൊന്നൊടുക്കി. ഇസബെല്ലയുടെ നിർബന്ധപ്രകാരം ഈ ആഹാവ് എല്ലാ ദൈവത്തിൻ്റെ പ്രവാചകനെ കൊന്നൊടുക്കി. ഏലിയാവ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഏലിയാവ് പറയുകയാണ്, ഞാനൊരാൾ മാത്രമേ പ്രവാചകനായി ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ഭാഗത്ത് നിന്ന് ഞാനും ബലി കഴിക്കും. ആരുടെ ബലിയിലാണോ ദൈവം പ്രീതിപ്പെട്ട് തീയിലിറങ്ങി ആ ഹോമം ദഹിപ്പിക്കുന്നത്, അതായിരിക്കും ദൈവം. സമ്മതമാണോ എന്ന് ചോദിച്ചു. ജനങ്ങൾക്കെല്ലാം സമ്മതമായി. അങ്ങനെ ആ നിർദ്ദേശമനുസരിച്ച് ഈ 2 കാളകളെ കൊണ്ടുവരുന്നു. അതിലിഷ്ടമുള്ള ഒരു കാളയെ ഈ ബാലിൻ്റെ പ്രവാചകന്മാരോ അശേര പ്രവാചകന്മാരോ തിരഞ്ഞെടുത്തിട്ട് അവർ ബലിപീഠം ഉണ്ടാക്കി ഇതിനെ കഷ്ണിച്ച് ഇങ്ങനെ ഹോമം കൊണ്ടെത്തി വെച്ചു. എന്നിട്ട് അവർ തീ ഇറങ്ങി വരാനായിട്ട് അവരുടെ ദേവന്മാരെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. ദേവ ഇറങ്ങി വാ. അങ്ങനെ ഉച്ചത്തിൽ അവർ ഇതിന് ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി കറങ്ങി ചുറ്റി തുള്ളിച്ചാടി നടന്നുകൊണ്ട് എൻ്റെ ദേവ ഇറങ്ങി വാ, തീ ഇറക്കി വാ, ഇതിനെ കത്തിക്കെന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ചിട്ടും അവർ ഇറങ്ങി വന്നില്ല. അപ്പോൾ അവിടെ ഏലിയാവ് ഇവരെ പരിഹസിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ഇന്നത്തെ കാലത്ത് ട്രോളുക എന്ന് പറയും. അവിടെ വ്യക്തമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഉച്ചവരെ തുള്ളിച്ചാടിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയാവ് അവരെ പരിഹസിച്ചു. എങ്ങനെയാണ് പരിഹസിച്ചതെന്നറിയാമോ? ഉറക്കെ വിളിക്കുക, അവൻ ദേവനല്ലോ, അവൻ ധ്യാനിക്കുകയാകുന്നു, അല്ലെങ്കിൽ വിളിക്ക് പോയിരിക്കുകയാകുന്നു, അല്ലെങ്കിൽ യാത്രയിലാകുന്നു, അല്ലെങ്കിൽ പക്ഷേ ഉറങ്ങിയാകുന്നു, അവനെ ഉണർത്തണം. അതായത് ഏലിയാവ് കളിയാക്കുകയാണ്. ഉച്ചവരെ ഒരു ഉച്ചത്തിൽ നിലവിളിച്ച് തുള്ളിച്ചാടിന് ചുറ്റും ഹോമകുണ്ടത്തിന് ചുറ്റും ബലിപീഠത്തിന് മുമ്പ് ചുറ്റും നടന്നിട്ടും തീ ഇറങ്ങി വന്നില്ല. അപ്പോൾ കളിയാക്കുകയാണ്, അവൻ ബാത്റൂമിൽ പോയിരിക്കുകയാണ്, അല്ലെ ഉറങ്ങിയായിരിക്കും, അല്ലെ യാത്രയിലായിരിക്കും, കളിയാക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും വരാതിരുന്ന് വീണ്ടും ഉച്ച കഴിഞ്ഞ് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അവിടെ പതിവ് പോലെ രക്തമൊഴുകുവോളം വാൾ കൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. അതായത് ഈ ബാലിൻ്റെ പ്രവാചകന്മാരും അശേര പ്രവാചകന്മാരും ബ്ലേഡ് കൊണ്ടും കത്തി കൊണ്ടും അവരുടെ ദേഹം മുറിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിലയിടത്തൊക്കെ ഈ ടി വിയിലും പേപ്പറിലും ഒക്കെ ഈ കാഴ്ചകൾ കാണാറുണ്ട്. ചില ആൾക്കാർ പോയി ചെകുത്താൻ സേവയെന്നും സാത്താൻ സേവയെന്നും പറഞ്ഞ് തന്നെത്താൻ മുറിവേൽപ്പിച്ച് ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്ന കാണാം. ഒരു ജീവിതങ്ങളെ കാണാം, പരാജയത്തിൽ ആ ജീവിതങ്ങളെ കാണാം. അപ്പം അതുപോലെ ഇവരും കിടന്ന് ചുറ്റും കറങ്ങുകയാണ്. ഒടുവിൽ വൈകുന്നേരമായിട്ടും ഇറങ്ങി വരുന്നില്ല. അപ്പം അങ്ങനെ അവർ പരാജയം സംബന്ധിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഏലിയാ പ്രവാചകൻ്റെ ഊഴമാണ്. ഏലിയാ പ്രവാചകൻ തൻ്റെ ഊഴം ചെയ്യുകയാണ്. അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആദ്യമേന്ന് ഈ ബലിപീഠം കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ ഏലിയാവ് ചെയ്യുന്നത് ആദ്യം തകർന്നു കിടന്നിരുന്ന ആ യാഗപീഠത്തെ പുനർനിർമ്മിക്കുകയാണ്. അതായത് ആഹാബ് അവൻ്റെ ആൾക്കാരും കൂടെ ദൈവത്തിൻ്റെ യാഗപീഠത്തെ മൊത്തം, ആരാധനകളെ മൊത്തം തച്ചുടച്ചിരുന്നു. അതായത് തകർന്നു പോയിരുന്നു. ആ യാഗപീഠത്തെ പുനർനിർമ്മിക്കുകയാണ്. അങ്ങനെ ആ ഒരു യാഗപീഠത്തെ പുനർനിർമ്മിക്കുന്നു. രണ്ടാമത് ഇസ്രായേൽ ഗോത്ര സംഖ്യയ്ക്ക് ഒത്തവണ്ണം 12 കല്ലുകൾ എടുക്കുകയാണ്. അതായത് ഈ ഇസ്രായേലിൻ്റെ ആ 12 ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങളുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഓരോ കല്ലെടുത്ത് ഈ യാഗപീഠത്തിൽ വെച്ച് യാഗപീഠം പണിയുകയാണ്. എന്നിട്ട് ആ യാഗപീഠത്തെ ശുദ്ധീകരിക്കുന്നുണ്ട്, വെള്ളം തെളിച്ച്. ആ ശുദ്ധീകരിക്കുന്നത് അവിടെ പറയുന്ന 3 പ്രാവശ്യം ശുദ്ധീകരിക്കുന്ന അവരുടെ വെള്ളം തെളിക്കുന്ന 3 പ്രാവശ്യം. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ 3 തൃത്വനാമത്തിൽ അതിനെ ശുദ്ധീകരിക്കുകയാണ്. എന്നിട്ട് അവനെ വെഞ്ചരിച്ച് ഒരുപക്ഷെ ബസ്മോദ ചൊല്ലിയായി. അങ്ങനെ ബസ്മോദ ചൊല്ലി അങ്ങനെ അവർ ഇങ്ങനെ കൂദാശ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാളയെ കണ്ണമായി വെച്ച് ബലിപീഠത്തിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് സ്വർഗത്തേക്ക് നോക്കി, എൻ്റെ കർത്താവേ എന്നോട് ഉത്തരമല്ലണമേ, എൻ്റെ കർത്താവേ എന്നോട് ഉത്തരമല്ലണമേ, എൻ്റെ കർത്താവേ എന്നോട് ഉത്തരമല്ലണമേ എന്ന് 3 പ്രാവശ്യം അവിടെ അനുദപിച്ച് പറയുന്നു. അങ്ങനെ അനുദപിച്ച് പറയുമ്പോൾ അവിടെ ദൈവം ഇറങ്ങി വരുന്നു, തീ ഇറങ്ങി വരുന്നു. അത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവിടേക്ക് തീ ഇറങ്ങി വരുമ്പോൾ ഈ ജനങ്ങൾ മൊത്തം ഉച്ചത്തിൽ നിലവിളിച്ച് പറയുകയാണ്,
ഇതാണ് ദൈവം, യഥാർത്ഥ ദൈവം അതാണ്, ഈ തീയിറക്കിയ ദൈവമാണ് യഥാർത്ഥം എന്ന് പറഞ്ഞ് സത്യദൈവത്തെ അവർ കണ്ടെത്തിയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതുവരെ അവരെ അന്ധകാരത്തിലായിത്തീരുന്ന, കബളിപ്പിച്ചുകൊണ്ടിരുന്ന ആ പ്രവാചകന്മാരെ എല്ലാം അവർ കൊന്നൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കറിയാം ഈ ആഹാബിൻ്റെയും ഈ ഇസബെല്ലയുടെ അന്ത്യം, ഒരു ദാരുണ അന്ത്യം എന്താണെന്ന് നമുക്കറിയാം. അവസാനമാകുമ്പോഴത്തേന് ഇവരുടെയും ദാരുണാന്ത്യമാണ്. അതുകൊണ്ട് ആ യഥാർത്ഥ സത്യദൈവത്തെ അവർ തീർച്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ നമുക്കും ഏലിയാവ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരണമെങ്കിൽ ഇതുപോലത്തെ ഒരു യാഗപീഠം എടുക്കണം. തകർന്നടിഞ്ഞ യാഗപീഠങ്ങൾ, അത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ തിന്മ കൊണ്ട്, പ്രലോഭനം കൊണ്ട് നമ്മൾ സത്യത്തിൽ വിഗ്രഹങ്ങളെ ഒന്നും സേവിക്കുന്നില്ലായിരിക്കും. എന്നാൽ നമ്മൾ ഈ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഏതും അത് വിഗ്രഹങ്ങളാണ്. അത് നമ്മുടെ പണമാകാം, നമ്മുടെ വ്യക്തിബന്ധങ്ങളാകാം, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളാകാം, നമ്മുടെ എന്തും, അതായത് അവിധ ബന്ധങ്ങളാകാം, എന്തും നമ്മുടെ ഈ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തും അത് വിഗ്രഹമാണ്. അപ്പം അങ്ങനെ സേവിക്കുന്ന ആ സേവ കൊണ്ട് നമ്മുടെ മനസ്സ് തീർന്നിരിക്കുക, പാപാന്ധാരം കൊണ്ട് നമ്മുടെ യാഗപീഠം, മനസ്സാകുന്ന ആ യാഗപീഠം, ആ ബലിപീഠം തകർന്ന് കിടക്കുകയാണ്. അതിനെ അനുതാപത്തോടെ പണിയണം. പ്രാർത്ഥിച്ച് വചനമാകുന്ന അതുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് അതിനെ പണിയണം. എന്നിട്ട് ഒരു നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെ അനുഭവം ഉണ്ടാവണം. അവിടെ ഇസ്രായേൽ ഗോത്രം 12ൻ്റെ സംഖ്യയ്ക്കൊത്തവണ്ണം അവിടെ 12 കല്ലിൽ വെച്ചെന്നാണ് പറയുന്നത്. അത് ചിതറിക്കിടക്കുകയാണ്. യാക്കോബിൻ്റെ മക്കളാണ് 12 പേര്, 12 ഗോത്രങ്ങൾ. അവർ ചിതറിക്കിടക്കുകയാണ്. അതായത് വ്യക്തിബന്ധങ്ങളൊക്കെ അകൽച്ച ഉണ്ടായിട്ട് അവരെ വൈരമായിരിക്കും, ശത്രുതയായിരിക്കും, അവരൊക്കെ ചേർത്ത് വെക്കണം. ഈ വ്യക്തിബന്ധങ്ങളെ ഈ നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാണ്. ആ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിരപ്പിൻ്റെ അനുഭവമില്ലാതെ അനാഫോറയിൽ എന്ന് പറഞ്ഞാൽ വെളിവാകുമെന്നാണ്. അതായത് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ഇതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പും അന്യോന്യ സ്ലോമോ ചെയ്യുന്നത്. അതായത് നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകുന്നത്, ആ ശുഭക്കോനയുടെ അനുഭവം ഉണ്ടാകുകയാണ്. അതായത് പരസ്പരം നമ്മൾ സമാധാനം കൂടി നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകും. അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് എന്നിട്ട് അനുതാപത്തോടെ പറയണം, കർത്താവേ എന്നോട് ഉത്തരമല്ലണമേ, പ്രിയലായുസ് എന്ന് പറയുമ്പോഴാണ് അവിടെ ദൈവം താനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെയൊക്കെ വ്യക്തി ബന്ധങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ദൈവത്തെ അറിയണമെങ്കിൽ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ നമ്മുടെ തകർന്നിടുന്ന ആ ഹൃദയങ്ങളെ നമ്മൾ പാപാന്തകാരത്തിരിക്കുന്ന ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണം. എന്നാൽ നമ്മുടെ ബന്ധങ്ങളെ അതാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. ഈശോ തമ്പുരാൻ പറയുന്നുണ്ട്, നീ വഴിപാട് അർപ്പിക്കാൻ പോകുമ്പോൾ ആദ്യമേ നിനക്ക് ആരോടെങ്കിലും വഴക്കുണ്ടെങ്കിൽ എന്നല്ല, നിന്നോടാരെങ്കിലും നിനക്ക് കെറുവുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവരോട് നിരപ്പാകണം. അപ്പോൾ അവരോട് നിരപ്പായി കഴിയാതെ വഴിപാട് ദൈവം സ്വീകരിക്കില്ല, അവിടെ ദൈവം ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് നിരപ്പിൻ്റെ അനുഭവം വരണം. നമ്മുടെ അത് വ്യക്തിബന്ധങ്ങളിലാകാം, ഇടവ തലങ്ങളിലാകാം, കുടുംബ ബന്ധങ്ങളിലാവാം. ഈ ചിതറിപ്പോയ ബന്ധങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി ഒരു നിരപ്പിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവമാകുമ്പോഴാണ് അവിടെ ദൈവം ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ആ ഒരു അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. അതുകൂടാതെ ഏലിയാവ് ചെയ്തതുപോലെ ഇന്ന് നമ്മുടെ സമൂഹങ്ങൾ, ജനങ്ങൾ, യുവജനങ്ങളൊക്കെ വഴിതെറ്റിപ്പോവുകയാണ്. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിയാതെ അവർ വഴിതെറ്റിപ്പോവാണ്. ആ യഥാർത്ഥ ദൈവത്തെ കാണിക്കുവാൻ, ക്രിസ്തു എന്ന രക്ഷകനെ കാണിക്കുവാൻ, അതാണ് യഥാർത്ഥ ദൈവം എന്ന് കാണിക്കുവാൻ, അവനോടിലല്ലാതെ രക്ഷയില്ല എന്ന് കാണിക്കുവാൻ തക്കണം ഒരു ഏലിയാവിനെ പോലെ സത്യദൈവത്തിലേക്ക് നമ്മൾ തെറ്റിപ്പോയ ആൾക്കാരെ, ഈ ചെകുത്താൻ സേവയും സാത്താൻ സേവയും ഈ ലോകത്തിൻ്റെ തിന്മകളിലൊക്കെ പോയ ആ കുഞ്ഞുങ്ങളെ, ജനങ്ങളെയൊക്കെ തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് ദൈവം തീ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധമാക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സുകളാവുന്ന യാഗപീഠത്തെ നമുക്ക് പണിയാം. നിരപ്പിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവത്തിലേക്കാവാം. അത് കഴിഞ്ഞാണ് അനാഫോറ ഉണ്ടാകുന്നത്, അതായത് വെളിപാടുണ്ടാകുന്നത്, വെളിപ്പെടുത്തലുണ്ടാകുന്നത്. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.